ജനസേവ തെരുവുനായ വിമുക്ത കേരള സംഘത്തിന്റെ നേതൃത്വത്തിൽ തെരുവുനായയുടെ ആക്രമണത്തിന് ഇരയായവരുടെ സംസ്ഥാന സമ്മേളനവും പ്രതിഷേധ കൂട്ടായ്മയും സംഘടിപ്പിച്ചു. തെരുവുനായയുടെ ആക്രമണത്തിൽ മരണപ്പെട്ട 7 വയസ്സുകാരി നിയ ഫൈസലിന്റെ മാതാവ് എൻ ഹബീറ സംഗമത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. തെരുവുനായ വിമുക്ത കേരള സംഘം സംസ്ഥാന ചെയർമാൻ ജോസ് മാവേലിയുടെ അധ്യക്ഷതയിൽ എറണാകുളം വഞ്ചി സ്ക്വയറിലാണ് തെരുവുനായയുടെ ആക്രമണത്തിനിരയായവരുടെ സംസ്ഥാന സമ്മേളനവും പ്രതിഷേധ കൂട്ടായ്മയും സംഘടിപ്പിച്ചത്. ജനസേവ തെരുവുനായ വിമുക്ത കേരള സംഘത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ സംഗമത്തിൽ നിരവധി പേരാണ് പങ്കെടുത്തത്. കൊല്ലത്ത് തെരുവുനായയുടെ ആക്രമണത്തിൽ ജീവൻ നഷ്ടമായ 7 വയസ്സുകാരി നിയ ഫൈസലിന്റെ മാതാവ് എൻ ഹബീറ സംഗമം ഉദ്ഘാടനം ചെയ്തു. ഞാൻ ഇങ്ങനെ ഒരു വേദിയിൽ ഇതുവരെ നിന്നിട്ടില്ല. എന്റെ മകൾക്ക് വേണ്ടി ഇങ്ങനെ നിൽക്കേണ്ടി വരുന്ന ഒരവസ്ഥ അത് സഹിക്കാൻ പറ്റുന്നതല്ല. അപ്പം ഇന്ന് ഞാനെങ്കിൽ നാളെ നിങ്ങൾ ഓരോരുത്തരും ആയിരിക്കാം എന്റെ ഈ സ്ഥാനത്ത് നിൽക്കേണ്ടി വരും. എന്റെ കുഞ്ഞ് കുറെ നാള് കിടന്ന് ഒരു അസുഖത്തിൽ മരിച്ച ഒരാളല്ല. വീട്ടിൽ TV കണ്ടുകൊണ്ടിരുന്ന എന്റെ കുഞ്ഞ് പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ പട്ടി കടിച്ചു. അതിലുണ്ടായ ചികിത്സാ പിഴവും കൊണ്ടാണ് എന്റെ മോള് മരിച്ചത്. ഒരിക്കലും പട്ടിയെ കൊന്നു കളയണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എങ്കിൽ തന്നെയും അവർക്കൊരു ഷെൽട്ടർ ഒരുക്കി ഈ ജനവാസത്തിൽ നിന്ന് അവരെയും സംരക്ഷിക്കണമെന്ന് മാത്രമാണ് എന്റെ ആവശ്യം. ഓരോ മക്കളും നമ്മള് എത്രയും ചെല്ലും നമ്മളെ കൂടെ പിടിച്ചെടുത്താൻ പറ്റും? ഇല്ല, അവര് പാറി നടക്കേണ്ടവരാണ്. അവർക്ക് മുറ്റത്ത് പോലും എന്തിന് നമുക്ക് പെരയിൽ കിടന്ന് ഉറങ്ങാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ് ഇന്ന് നമ്മുടെ മക്കൾക്കുള്ളത്. ആ ഒരവസ്ഥ മാറണം. അതൊരിക്കലും ഒരു അമ്മയ്ക്കും കാണാൻ പറ്റാത്ത അത്രയും ഭയാനകമായിരുന്നു എന്റെ കുഞ്ഞിന്റെ അവസ്ഥ. ഒരു കേക്ക് മേടിച്ചു കൊടുത്തിട്ട് അതിന്റെ രുചി പോലും അറിയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എന്റെ കുഞ്ഞു മാറിക്കഴിഞ്ഞിരുന്നു. എന്റെ പൊന്നുമോളെ നഷ്ടമായതുപോലെ ഇനി ആർക്കും സംഭവിക്കാതിരിക്കട്ടെ എന്ന് വികാരഭരിതയായിക്കൊണ്ട് ഉദ്ഘാടന പ്രസംഗത്തിൽ ഹബീറ പറഞ്ഞു. സംഗമത്തിൽ ജനസേവ ശിശുഭവൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ചാർലി പോൾ മുഖ്യപ്രഭാഷകനായി. വിവിധ സംഘടനകളുടെ പ്രതിനിധികളായ ബെന്നി ജോസഫ്, PA ഹംസക്കോയ, കുരുവിള മാത്യൂസ്, ജോണി ജേക്കബ്, CY മാത്യു, PA പോൾ, PM ഹസൈനാർ, ജെയ്നി ഏലിയാസ് ടീച്ചർ, APG നായർ, മേരി കോരത്ത്, PK മോഹനൻ, AR ഷൈൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. തെരുവ് പട്ടികൾ മൂലം ഇന്ന് നൂറുകണക്കിന് ആളുകളാണ്, നൂറുകണക്കിനല്ല ആയിരക്കണക്കിന് ആളുകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. തെരുവ് പട്ടികളുടെ ആക്രമണം മൂലം ഇന്ന് നരകയാതന അനുഭവിച്ച് അവരുടെ ജീവിതം നശിച്ചു പോകുന്നത്. ഇവിടെ തന്നെ കുറെ ആളുകൾ വന്നിട്ടുണ്ട് ആ തെരുവുപട്ടിയുടെ കടിയേറ്റിട്ട് അവരുടെ സങ്കടം പറയാൻ വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞു വന്നത് ഇതുപോലെയുള്ള ഈ ഒരു അവസ്ഥ അതിധൈര്യത്തിലില്ലാത്ത കേരളം എന്ന് പറയുന്ന നമ്മുടെ സംസ്ഥാനത്ത് ഭരണാധികാരികൾ ഇതും കൂടി മാറ്റുകയാണെങ്കിൽ കേരളം ഇന്ത്യക്ക് തന്നെ മാതൃകയാകും. തെരുവുനായ വിമുക്ത സന്ദേശവുമായി സമരവേദിയിൽ വടുതല സാരംഗി ഡാൻസ് ഗ്രൂപ്പിന്റെ കൈകൊട്ടിക്കളിയും തെരുവുനാടകവും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കളങ്കമില്ലാത്ത സൗഹൃദം പോലെ കലർപ്പില്ലാത്ത വിശ്വാസം. കല്ലൻസ് ജ്വല്ലറി.